എന്തോ നാളെ കുറെ നേരം ആയല്ലോ. ഇപ്പൊ ശരിയാ സാറാ. എന്തോന്ന് കെട്ടിയത്? ഇങ്ങോട്ട് മാറ്. ഫ്യൂസ് കെട്ടിയാ? ഇങ്ങോട്ട് താ, ഇത് പിടി. കാലടിക്കാതെ ഇങ്ങോട്ട് അടിക്കാം. ഫ്യൂസും കെട്ടി കൈ വെച്ചോണ്ട് നിൽക്കുക. എന്തോ നാടേ ഒരു ഫാൻ നന്നാക്കാൻ വന്ന് ഇവിടുത്തെ ഫ്യൂസ് മുഴുവൻ അടിച്ചു കളഞ്ഞല്ലോ. പഴയ വയറിങ്ങനെ സാറേ. ആ പഴയ വയറിങ് ഒന്നും പറയണില്ല. നിങ്ങളെന്തിനും ഓരോ പ്രാവശ്യം ഇരിക്കുന്നത്? ഇരിക്കവിടെ. ഇവിടെ എന്താ ഒരു കോമഡി? ഒന്നുമില്ല സാർ. കാര്യം പറ. ശരത്തിന്റെ കല്യാണക്കാര്യം പറഞ്ഞിരിച്ചതാ. ആ ഇന്നും ഉണ്ടായിരുന്നോ പെണ്ണ് കാണാൻ? പോയി കണ്ടു സാർ. അത് നടക്കില്ല. അതെന്താ? കാക്കയാണ് പ്രശ്നം. അതൊക്കെ തന്നെ തോന്നലാണോ? പഴയ പെണ്ണുങ്ങളായിരുന്നു അങ്ങനെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അങ്ങനൊന്നും അല്ല. പിന്നെ തനിക്ക് 1 കോടി രൂപയുടെ സ്വത്ത് വേണം, ബെൻസ് കാറ് വേണം, കാതറീന കൈഫിനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നടക്കില്ല. ആ ഇവരെ വിടണ്ട, നാളെ രാവിലെ വിട്ടാൽ മതി. അവിടെ ഇരിക്കും. ആക്സിഡന്റ് കേസ് എന്തായി? സൈക്കിൾ പോയി. അവിടെ 2 പേര് പ്രശ്നമാണ്. ഒരാള് ബൈക്ക് ആക്സിഡന്റിൽ സീരിയസ് ആണ്. ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു സാർ. ACP മാഡം. താമസിച്ചപ്പോ മാഡം വരില്ലെന്ന് വിചാരിച്ചു. തമനം സ്റ്റേഷനിൽ ഒരു കേസ് കുറച്ച് താമസിച്ചു. ഇതെന്താ? അത് ഫാനിന് ചെറിയൊരു കംപ്ലൈന്റ്. CA ഇല്ലേ? അദ്ദേഹം ഓഫാണ്, വന്നാട്ടെ. പിന്നെ മാഡം ആ കോളനി കേസിന്റെ ഫയല് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സ് എന്തായി? അൽഫോൺസ് ഇരിക്കെ. താങ്ക് യു മാഡം. ഞാൻ പോകുമ്പോ ആ കാറിലേക്ക് വെച്ചേക്ക്. ഓക്കെ മാഡം. നാളെ ഫുള്ള് ഞാൻ കസബയില. 3 ദിവസമായി അങ്ങോട്ട് പോയിട്ട്. മാഡം കുറച്ച് നേരത്തെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഏഷ്യ വെൽകെയർ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. ഒരു ചൈൽഡ് അബ്യൂസ് കേസ് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഫോൺ കോൾ കട്ടായിപ്പോയി. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വിളിച്ചില്ലേ? ഇല്ല, തിരിച്ചു വിളിച്ചില്ല. കാര്യം വിളിച്ചത് ഒരു സ്ത്രീയാണ്. അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ സംഭവം ഹോസ്പിറ്റലുകാർ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പം നേരിട്ട് പോയി അന്വേഷിക്കാനാണ് നല്ലതെന്ന് കരുതി. കാര്യം നാളെ ഇതിപ്പോ ഒരു പ്രശ്നമായാലും ഈ മീഡിയക്കാരെല്ലാം കൂടെ നമ്മുടെ പടലിൽ കയറും. എന്തായാലും യൂണിഫോമിൽ പോകണ്ട. 2 ലേഡീസിനെ കൂടി വിളിച്ചോ. അയ്യോ, ഷീബ സിക്ക് ലീവിലാണ്. സമീറ ഡ്യൂട്ടി കഴിഞ്ഞ് പോയതേ ഉള്ളൂ. വേണേ വിളിപ്പിക്കാൻ. ഏയ് വേണ്ട, ഇനിയിപ്പോ അവരൊന്നും വിളിപ്പിക്കണ്ട. ഒരു ഹാഫ് ആൻ അവറിന്റെ കേസല്ലേ, അയക്കാം. അയ്യോ മാഡം വരണമെന്നില്ല, ഞങ്ങൾ വിളിക്കോളാം. ഇറ്റ്സ് ഓക്കെ. പോണ വഴിക്ക് വീട്ടിലൊന്ന് കയറണം, അത്രേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ. മാഡം, കുമാർ സാർ വിളിക്കുന്നു. മാഡം, ഇതാണ് ഇന്ന് അഡ്മിറ്റ് ചെയ്തവരുടെ ലിസ്റ്റ്. താങ്ക് യു. മാഡം, would you like to have some coffee or juice? No thanks. Yes, come in. മാഡം, ഇത് സോണി ചെറിയ, നഴ്സിംഗ് സൂപ്രണ്ടാണ്. സോണി, ഇന്ന് വല്ല ചൈൽഡ് അബ്യൂസ് കേസ് റിപ്പോർട്ടായിട്ടുണ്ടോ? ഇല്ല. ലിസ്റ്റ് ഞാൻ നോക്കിയിരുന്നു, ബട്ട് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ. വൈകിട്ട് 5 മണിക്ക് ശേഷം ഏതെങ്കിലും കുട്ടികൾ അഡ്മിറ്റ് ചെയ്തിരുന്നോ? ഒരു സ്കൂൾ ബസ് ആക്സിഡന്റ് കേസിൽ 4 കുട്ടികൾ അഡ്മിറ്റ് ആണ്. വേറെ അഡ്മിഷൻസ് ഒന്നുമില്ല. സ്റ്റേഷനിലേക്ക് വിളിച്ചത് ഒരു ലേഡിയാണ്. മേ ബി എ പ്രാങ്ക് കോൾ. അല്ലാതെ ഇവിടുന്ന് അങ്ങനെ ഒരു ചാൻസ്. ഇവിടുന്ന് അങ്ങനെ ഒരു ഞാൻ അങ്ങോട്ട് ഒരു എമർജൻസി OT കേസ് ഉണ്ട്. ഓക്കെ. ഇവിടുന്നല്ല സാർ, അങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഇല്ല. Pupils are unequal. Make IV access. Plan raise extensor. Shift the patient for CT. Sir. Sir. Send blood parameters. Okay, sir.
ഇതൊരു ആക്സിഡന്റ് പോലെ തോന്നുന്നില്ല. ഈ കുട്ടിയെ ആരോ തല്ലിയിട്ടുണ്ട്. See? അതിപ്പോ സ്റ്റേഴ്സിന് വേണമല്ലോ. ഇല്ല ഡോക്ടർ, ഈ കുട്ടിയെ ആരോ തല്ലിയിട്ടുണ്ട്. എനിക്ക് കണ്ടറിയാം. എടോ അതാണോ പ്രയോറിറ്റി? ലെറ്റ് us treat him first. ഈ അനോണിമസ് കോൾ ചെയ്യുന്നവന്മാരൊക്കെ പിടിച്ചാത്തരണം മാഡം, വെറുതെ നമ്മുടെ സമയം കളയാനായിട്ട്. ബട്ട് ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഈ ചൈൽഡ് അബ്യൂസ് കേസൊക്കെ ആരെ വെറുതെ വിളിച്ച് പറയാ? അൽഫോൺസ്, പോകാം. മാഡം ഒരു മിനിറ്റ്. ആ സ്കൂൾ ബസ് ആക്സിഡന്റ് കേസിൽ 4 പേരല്ലാതെ വേറെ ആരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ അവർ പറഞ്ഞത്? അപ്പൊ ഈ 4 കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയം 5 മണിയാണ്. ഇത് മാത്രം 7:45. നമ്മുടെ സ്റ്റേഷനിലേക്ക് എപ്പോഴാ കോൾ വന്നേ? എപ്പോഴാ വന്നേ? ഏകദേശം 8 മണി കഴിഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് ഈ പേഷ്യന്റിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞില്ല? ആ കുട്ടി സ്റ്റെപ്പിന്ന് വീണതാ മാഡം, ആൻഡ് വാസ് റെഫേർഡ് ബൈ അവർ ഇൻ-ഹൗസ് ഡോക്ടർ. അതാ പിന്നെ ഞാൻ ജസ്റ്റ് ഗെറ്റ് മീ ദ കേസ് ഷീറ്റ് നൗ. കേസ് ഷീറ്റ് തരുന്നതിൽ വിരോധമൊന്നുമില്ല മാഡം, പക്ഷെ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അറിയാവോ? സാറേ, തൽക്കാലം ഞങ്ങൾക്ക് കേസ് ഷീറ്റ് വേണ്ട. ആ ഡോക്ടേഴ്സിനോട് സംസാരിക്കാമല്ലോ. ആ റെഫർ ചെയ്ത ഡോക്ടർ അല്ലേ? വാട്ട്സ് ഹിസ് നെയിം? ഡോക്ടർ ഗൗതം അല്ലേ സോണി? ഐ വാണ്ട് ടു മീറ്റ് ഹിം. ആ കുട്ടിയുടെ അവസ്ഥ എന്താ?